ഇതുപോലെ ഒരു നാറിയ മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ദൂർത്ത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങൾ അരി മേടിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ സർക്കാർ കോടികൾ മുടക്കി വാഹനങ്ങൾ വാങ്ങുന്നു. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് മുതലായ കള്ളക്കടത്തിൻ്റെ ഒരു രാജാവായിട്ട് മാറിയിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇതുപോലെ ഞങ്ങളെപ്പോലുള്ളവർ വെറുത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു ഭരണകാലം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പാവങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞാണല്ലോ അത് അവർ പ്രചരിപ്പിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പാവങ്ങളുടെ സർക്കാരല്ല. ഞങ്ങൾക്ക് ഇതിപ്പോൾ പറയുമ്പോൾ ഞങ്ങളിത് കുത്തക മുതലാളിമാരുടെയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സർക്കാരായിട്ട് ഞങ്ങൾ കാണും. ഇനി ഒരു മൂന്നാമതും തുടർഭരണം ഉണ്ടാവുമെന്നാണല്ലോ LDF പറയുന്നത്. അവർ പറയും. അതിപ്പോൾ മത്സരിക്കാനും ചെയ്യാനും നടക്കുന്നവർ അവർ പറയും ഞങ്ങൾ ജയിക്കുമെന്ന് പറയും. പക്ഷെ വോട്ട് ചെയ്യുന്ന ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഇത് വരാൻ പാടില്ല എന്ന്. LDF വരുമെല്ലാം ശരിയാകുമെന്നായിരുന്നു. അതിലിപ്പോൾ ഏതാണ്ട് എല്ലാം ശരിയായിരുന്നു. ഇനി ശരിയാവാനായിട്ടൊന്നും തന്നെ ഇല്ല. ശബരിമലയിൽ കൊള്ളം പറയാനില്ലല്ലോ. ഇനി അവിടെ എന്തെങ്കിലും അയ്യപ്പൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അടിച്ചെടുക്കാനായിട്ട് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ട വരും. അത് ചിലപ്പോൾ ഉണ്ടാവില്ല. അവിടെ കൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂട്ട് തുറന്നു പറയാൻ എന്താ ഉണ്ടാവുന്നത്. ഒരു വിശ്വാസമില്ല. തീർത്തും ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നുള്ളതാണ്.